പ്രിയമുള്ളവരെ, ബ്രില്യൻ PSC കോച്ചിങ്ങിൻ്റെ LP സ്കൂൾ ടീച്ചർ PSC പരീക്ഷാ പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്ന പേര്. സസ്യങ്ങളിലെ ബാഷ്പീകരണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സ്വേദനം. സ്വേദനം എന്ന പേരിലാണ് സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത്. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? ഉത്തരം എഥിലിൻ. എഥിലിൻ എന്ന ഘടകമാണ് പഴങ്ങളെ പഴുക്കാൻ സഹായിക്കുന്നത്. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന താപനില എത്രയാണ്? പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന താപനില എത്രയാണ്? ഉത്തരം 120 ഡിഗ്രി സെൽഷ്യസ്. ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം ഏതാണ്? ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം അഡ്ഹിഷൻ ആണ്. ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം. ബോക്സൈറ്റ് അയിര് ഗാഢമാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി. ബോക്സൈറ്റ് അയിര് ഗാഢമാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ലീച്ചിങ്. ലീച്ചിങ് എന്നാണ് ബോക്സൈറ്റ് അയിര് ഗാഢമാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിക്ക് പറയുന്ന പേര്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിനാവശ്യമായ ധാതുവേത്? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് ആവശ്യമായ ധാതു ഏത്? ഉത്തരം സോഡിയം. സോഡിയമാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്ന ധാതു. ജീവൻ്റെ ഉത്ഭവം എവിടെയാണ്? ജീവൻ്റെ ഉത്ഭവം കടലിലാണ്. ഒരു ആറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങളേതല്ല? ഒരു ആറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങളേതല്ല? ഉത്തരം ഇലക്ട്രോൺ, പ്രോട്ടോൺ. ഇലക്ട്രോണും പ്രോട്ടോണാണ് ഒരു ആറ്റത്തിൽ തുല്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങൾ. മത്സ്യങ്ങൾ അഴുകാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏത്? മത്സ്യങ്ങൾ അഴുകാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഉത്തരം ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് എന്ന രാസവസ്തുവാണ് മത്സ്യങ്ങൾ അഴുകാതിരിക്കാൻ വേണ്ടി ചേർക്കുന്നത്. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം ഏത്? പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം. ഉത്തരം കൺജക്റ്റിവൈറ്റിസ്. കൺജക്റ്റിവൈറ്റിസ് എന്ന രോഗമാണ് പിങ്ക് ഐ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ട് എത്രയാണ്? എത്ര വോൾട്ടിൻ്റെ ബാറ്ററിയാണ് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത്? ഉത്തരം 3.7 വോൾട്ട്. 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത്? ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത്? ഹീലിയം. ഹീലിയമാണ് ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന അന്നനാളത്തിൻ്റെ പ്രത്യേകതരം ചലനം അറിയപ്പെടുന്ന പേര്. ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന അന്നനാളത്തിൻ്റെ പ്രത്യേകതരം ചലനം. ഉത്തരം പെരിസ്റ്റാൾസിസ്. കാലിത്തീറ്റ, ജൈവവളം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏത്? കാലിത്തീറ്റ, ജൈവവളം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏത്? ഉത്തരം ആൽഗകൾ. ആൽഗകളാണ് കാലിത്തീറ്റക്കും ജൈവവളത്തിനും ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ. മനുഷ്യ കവിളിൻ്റെ അനാട്ടമി നാമം എന്താണ്? മനുഷ്യ കവിളിൻ്റെ അനാട്ടമി നാമം. ഉത്തരം ബക്ക. ബക്ക എന്നാണ് മനുഷ്യ കവിളിൻ്റെ അനാട്ടമി നാമം. മനുഷ്യൻ സസ്തനികളിൽ ഉൾപ്പെട്ട ഉയർന്ന വർഗമായ ഡാഷിൽപ്പെട്ടവയാണ്. മനുഷ്യൻ സസ്തനികളിൽ ഉൾപ്പെട്ട ഉയർന്ന വർഗമായ ഡാഷിൽപ്പെട്ടവയാണ്. ഉത്തരം പ്രൈമേറ്റിൽ. മനുഷ്യൻ സസ്തനികളിൽപ്പെട്ട ഉയർന്ന വർഗമായ പ്രൈമേറ്റിൽപ്പെട്ടവയാണ്. കൈവെള്ളയിൽ എടുത്തു പിടിച്ചാൽ ഉരുകുന്ന ലോഹം ഏത്? കൈവെള്ളയിൽ എടുത്തു പിടിച്ചാൽ ഉരുകുന്ന ലോഹം. ഉത്തരം ഗാലിയം. ഗാലിയമാണ് കൈവെള്ളയിൽ എടുത്തു പിടിച്ചാൽ ഉരുകുന്ന ലോഹം. ഓസോൺ പാളി അന്തരീക്ഷത്തിൽ എത്ര ഉയരത്തിലാണ്? ഓസോൺ പാളി അന്തരീക്ഷത്തിൽ എത്ര ഉയരത്തിലാണ്?
ഉത്തരം 15 മുതൽ 60 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ച ആദ്യ പൂച്ചയുടെ പേരെന്ത്? ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ച ആദ്യ പൂച്ചയുടെ പേര്. ഉത്തരം കോപ്പി ക്യാറ്റ്. കോപ്പി ക്യാറ്റാണ് ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ച ആദ്യ പൂച്ച. റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ആര്? റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഹാരിസൺ ആൻഡ് കാറ്റ്ലിൻ. മരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഫലം ഏതാണ്? മരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഫലം. ഉത്തരം ചക്കയാണ് മരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഫലം. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം വർണ്ണാന്ധത. വർണ്ണാന്ധതയാണ് ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം. വജ്രം കഴിഞ്ഞാൽ കാഠിന്യമേറിയ സ്വാഭാവിക പദാർത്ഥം ഏത്? വജ്രം കഴിഞ്ഞാൽ കാഠിന്യമേറിയ സ്വാഭാവിക പദാർത്ഥം. ഉത്തരം കോറണ്ടം. കോറണ്ടമാണ് വജ്രം കഴിഞ്ഞാൽ കാഠിന്യമേറിയ സ്വാഭാവിക പദാർത്ഥം. ഊതി വീർപ്പിച്ച ശേഷം വെയിലത്ത് വെച്ചാൽ അല്പനേരത്തിന് ശേഷം പൊട്ടാൻ കാരണമായ നിയമം. ബലൂൺ ഊതി വീർപ്പിച്ചതിന് ശേഷം വെയിലത്ത് വെച്ചാൽ അല്പനേരത്തിന് ശേഷം പൊട്ടാൻ കാരണമായ നിയമം ഏതാണ്? ഉത്തരം ചാൾസ് നിയമം. ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന ലോഹം ഏത്? ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന ലോഹം. ഉത്തരം അലുമിനിയം. അലുമിനിയമാണ് ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന ലോഹം. ഏറ്റവും കൂടുതൽ ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഏത്? ഏറ്റവും കൂടുതൽ ബുദ്ധിവികാസമുള്ള കടൽ ജീവി. ഉത്തരം ഡോൾഫിൻ. ഡോൾഫിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിവികാസമുള്ള കടൽ ജീവി. ഗോയിറ്ററിൻ്റെ മറ്റൊരു പേരെന്ത്? ഗോയിറ്ററിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം ഗ്രേവ്സ് രോഗം. ഗ്രേവ്സ് രോഗം എന്നാണ് ഗോയിറ്ററിന് പറയുന്ന മറ്റൊരു പേര്. കരയിലെ മൃഗങ്ങളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം ഏത് ജീവിക്കാണ്? കരയിലെ മൃഗങ്ങളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനം ഏത് ജീവിക്കാണ്? ഉത്തരം ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസിനാണ് കരയിലെ മൃഗങ്ങളിൽ വെച്ച് വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ളത്. ശബ്ദം ഏറ്റവും വേഗത്തിൽ കടന്നു പോകുന്നത് ഏത് പദാർത്ഥത്തിലൂടെയാണ്? ശബ്ദം ഏറ്റവും വേഗത്തിൽ കടന്നു പോകുന്നത് ഏത് പദാർത്ഥത്തിലൂടെയാണ്? ഉത്തരം വജ്രം. വജ്രത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ കടന്നു പോകുന്നത്. കാന്തശക്തിയുടെ യൂണിറ്റ് ഏതാണ്? കാന്തശക്തിയുടെ യൂണിറ്റ്. ഉത്തരം വെബർ. വെബറാണ് കാന്തശക്തിയുടെ യൂണിറ്റ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗം ഏത്? ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗം ഏത്? ഉത്തരം മുള. മുളയാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗം. പിത്തരസത്തിൽ സംഭരിച്ചു വെക്കുന്ന പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം ഏത്? പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം. ഗാൾ ബ്ലാഡറാണ് പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം. ഗാൾ ബ്ലാഡറാണ് പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഉത്തരം എ ബി. എ ബി ഗ്രൂപ്പാണ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിലുള്ള ഹോർമോൺ ഏത്? മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിലുള്ള ഹോർമോൺ ഏത്? ഉത്തരം ഓക്സിൻ. ഓക്സിനാണ്. ഓക്സിൻ എന്ന ഹോർമോണാണ് മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് കാരണമായിട്ടുള്ള ഹോർമോൺ. ഇന്ത്യൻ എക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ എക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ആർ മിശ്ര. ആർ മിശ്രയാണ് ഇന്ത്യൻ എക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. ഉത്തരം വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. വാതക രൂപത്തിലുള്ള ഹോർമോൺ ഏതാണ്? വാതക രൂപത്തിലുള്ള ഹോർമോൺ. ഉത്തരം എഥിലിൻ. എഥിലിനാണ് വാതക രൂപത്തിലുള്ള ഹോർമോൺ. സാധാരണയായി ഭക്ഷ്യവിഷബാധക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്?
സാധാരണയായി ഭക്ഷ്യവിഷബാധക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ഉത്തരം ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയയാണ് ഭക്ഷ്യവിഷബാധക്ക് കാരണമായ ബാക്ടീരിയ. ലോക അൾഷിമേഴ്സ് ദിനം എന്നാണ് ലോക അൾഷിമേഴ്സ് ദിനം? ഉത്തരം സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23 ലോക അൾഷിമേഴ്സ് ദിനം. വെള്ളത്തിൻ്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സ്വർണത്തിൻ്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏത്? സ്വർണത്തിൻ്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏത്? ഉത്തരം കാരറ്റ്. കാരറ്റാണ് സ്വർണത്തിൻ്റെ ശുദ്ധത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശത്തിൻ്റെ നിറം കാണപ്പെടുന്നത്? ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശത്തിൻ്റെ നിറം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം കറുപ്പ്. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം കറുപ്പ് നിറമായിട്ടാണ് കാണപ്പെടുന്നത്. കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതി ഏതാണ്? കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതി. ഉത്തരം മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയാണ് കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതി. ഭൂമിക്കും സൂര്യനുമിടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഭൂമിക്കും സൂര്യനുമിടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര്? ഉത്തരം ശുക്രസന്തരണം. ശുക്രസന്തരണം എന്നാണ് ഭൂമിക്കും സൂര്യനുമിടയിൽ ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദനാ സംഹാരി ഏതാണ്? ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദനാ സംഹാരി? ഉത്തരം ആസ്പിരിൻ. ആസ്പിരിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദനാ സംഹാരി. ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല? ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല ഏതാണ്? ഉത്തരം ബോൺസായി. ബോൺസായി ആണ് ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല. പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമായ ആറ്റം കണ്ടെത്തിയതാര്? പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമായ ആറ്റം കണ്ടെത്തിയതാര്? ഉത്തരം ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത്? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. ശുക്രനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? ഉത്തരം ഫ്രിയോൺ. ഫ്രിയോൺ ആണ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഉത്തരം കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഡൈനാമിറ്റ് കണ്ടെത്തിയതാരാണ്? ഡൈനാമിറ്റ് കണ്ടെത്തിയതാര്? ഉത്തരം ആൽഫ്രഡ് നൊബേൽ. ആൽഫ്രഡ് നൊബേലാണ് ഡൈനാമിറ്റ് കണ്ടെത്തിയത്.